നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. അതായത് നമ്മൾ മനുഷ്യന്മാരാണ്. നമ്മുടെ ജനനം, മരണം, ജീവിതം ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഓരോ ദിവസം കിട്ടി എന്നുള്ള രീതിയിൽ നമുക്ക് പോകാൻ പറ്റുള്ളൂ. നമ്മൾ ഇത്രയും കാലം ജീവിച്ച് മനസ്സിലാക്കിയൊരു സത്യമാണ്. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ പറയുന്നത് മരണത്തെക്കുറിച്ചാണ്. മരണം ഒരു മഹാ അനുഭവമാണ് എന്നുള്ളൊരു വിഷയമാണ് നമ്മൾ പറയുന്നത്. അതായത് നമ്മളെ സംബന്ധിച്ച് നമുക്കറിയില്ല എങ്ങനെയാണ് നമ്മൾ മരിക്കുന്നതെന്നും. പക്ഷെ നമ്മളൊരു വീട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് ആ മരണം മറ്റുള്ളവരെ എത്രമാത്രം അത് ദുഃഖത്തിൽ ആഴ്ത്തുന്നുണ്ട്. നമ്മളെയും അത് ദുഃഖത്തിൽ ആഴ്ത്തുന്നുണ്ട്. ഏതൊരു മരണവും നമുക്ക് ദുഃഖം തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ജനിക്കുമ്പോൾ നമ്മൾ എന്താ കുട്ടി ജനിച്ചോ പ്രസവിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോൾ സന്തോഷം, നമ്മൾ മിഠായി കൊടുക്കുന്നു, ലഡു കൊടുക്കുന്നു ഒക്കെ ചെയ്യുന്നു. ഒരു സന്തോഷമാണ് കുട്ടി കരയുമ്പോൾ. പക്ഷെ കരഞ്ഞാലാണ് സന്തോഷം. കാരണം കുട്ടിക്ക് നല്ല രീതിയിൽ ആ കുട്ടി ജനിച്ചിട്ടുണ്ട്, കുഴപ്പമില്ലാതെ ജനിച്ചിട്ടെന്ന് മനസ്സിലാക്കുന്നത് ആ കരച്ചിലാണ്. കുട്ടിയെ കരയാനേ പറ്റുള്ളൂ, കുട്ടിയുടെ ഭാഷയാണ് അത്. പക്ഷെ നമ്മൾ വേറെ മനുഷ്യൻ്റെ പിന്നെ മരണത്തിൽ വരുമ്പം ആ മനുഷ്യൻ മരിക്കുന്ന അദ്ദേഹം ഒന്നും അറിയുന്നില്ല. എന്താണ് മരണം എന്നൊന്നും ആർക്കും അറിയില്ല. കാരണം നമ്മൾ ആ അവസ്ഥ കടന്നു പോയിട്ട് നമ്മൾ തിരിച്ചു വരാത്തത് കൊണ്ട് നമുക്കറിയില്ല. പക്ഷെ ആ മരണ സമയത്ത് അല്ലെങ്കിൽ മരിച്ചതിന് ശേഷം ആ ആ വ്യക്തിക്ക് ബന്ധപ്പെട്ടവർ, മക്കളോ ഭാര്യയോ അച്ഛനോ അമ്മയോ എല്ലാം വളരെ സങ്കടകരമായ അവസ്ഥയിലൂടെയാണ് പോകുന്നത്. ആ ശവം എടുക്കുന്നത് വരെയും അലറി വിളിച്ചുകൊണ്ടായിരിക്കും ആ ബന്ധുമിത്രാദികൾ അവസ്ഥ കടന്നു പോവുക. പിന്നെയും ഒരു സദ്യയൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ മക്കളൊക്കെ പായലിരിക്കുന്നു, പിന്നെ ഭാര്യയും പിന്നെ പെങ്ങന്മാരും ഒക്കെ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോഴും വിഷമാണ് ആ വീട്. സദ്യ കഴിഞ്ഞാലും വിഷമാണ്. പിന്നെ 15-ന് വെച്ചു കൊടുക്കൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. തിരുനാവായ പോയി ബലിയിടല്, പിന്നെ 15 കഴിഞ്ഞിട്ട് അമ്പലത്തിലൊക്കെ പോകാൻ പറ്റുള്ളൂ ബന്ധുമിത്രാദികൾക്കൊക്കെ. അപ്പോൾ അതുവരെയും ദുഃഖമാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ വാർഷികം, അതും ദുഃഖം തന്നെ. പക്ഷേ കുറേ വർഷങ്ങൾ പിടിക്കും ഒരു വ്യക്തിയുടെ നമ്മളെ വിട്ടുപോയിട്ട് നമ്മളെ കുറച്ചെങ്കിലും മനസ്സിനൊരു സന്തോഷം കിട്ടണമെങ്കിൽ കുറേ വർഷങ്ങളെടുക്കും. അപ്പോൾ നമ്മൾ ഇപ്പോൾ നമ്മുടെ അമ്മയുടെ അനിയത്തിൻ്റെ മകൻ മരിക്കുകയുണ്ടായി. നമ്മുടെയൊക്കെ പ്രായം തന്നെയാണ്. നമ്മുടെ ഇപ്പോൾ സ്കൂളിൽ പഠിച്ചതാണ്, നമ്മുടെ ബാച്ചായിട്ട് പഠിച്ചതാണ്. ഗൾഫിലൊക്കെ വർക്ക് ചെയ്തിരുന്ന ആളാണ്. സ്വന്തമായിട്ട് കടയൊക്കെ ഉണ്ട്. ഗൾഫ് നാട്ടിൽ വരുമ്പോൾ ഒക്കെ ചെയ്തിരുന്ന നമ്മളെ കാണുമ്പോഴൊക്കെ ഭയങ്കര സ്നേഹത്തിലൊക്കെ ഇപ്പോൾ സ്കൂട്ടറിൽ പോവുകയാണെങ്കിൽ നമ്മളൊക്കെ നിർത്തി സംസാരിക്കും. നമ്മൾ റോട്ടിൽ നിന്നൊക്കെ കാണുമ്പോൾ. പിന്നെ കാറിൽ പോവുകയാണെങ്കിലും കാറ് നിർത്തി സംസാരിക്കും. പിന്നെ വീട്ടിലിടയ്ക്ക് വരും, ഫാമിലീനായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഒക്കെ വരുമ്പോഴൊക്കെ നമ്മളായിട്ട് ഭയങ്കര സ്നേഹവും കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹത്തിന് പെട്ടെന്നാണ് ഒരു വർഷം മുന്നേ, കുറേ വർഷമായിട്ട് ഗൾഫിൽ 10ാം ക്ലാസ് പ്രീ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് പിന്നെ AC മെക്കാനിക്കൊക്കെ പഠിച്ച് അങ്ങനെ ഗൾഫിലൊക്കെ ജോലി ചെയ്യുമായിരുന്നു. വിവാഹം കഴിഞ്ഞു, 2 കുട്ടികളുണ്ട്. മകൻ കാനഡയിൽ ജോലി ചെയ്യുന്നുണ്ട്. 26 വയസ്സുള്ള മോനാണ്. +2 കഴിഞ്ഞ് കാനഡയിൽ പോയി ജോലിയൊക്കെ ചെയ്യുന്നു. മകള് ഇപ്പോൾ +2 കഴിഞ്ഞിട്ട് CAക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 26 വയസ്സായ മകനും 24 വയസ്സുള്ള 24 വയസ്സുള്ള മകളുമാണ് ഉള്ളത്. 24 23 വയസ്സ് 23 25 വയസ്സൊക്കെ ഉള്ള കുട്ടികൾക്ക്. അപ്പോൾ ഭാര്യയാണെങ്കിലും വളരെ ചെറുപ്പമാണ്. 45 വയസ്സ് ആയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അവരെ വിവാഹമൊക്കെ പെട്ടെന്ന് ചെറുപ്പത്തിൽ കഴിഞ്ഞാണ്. വൈഫിൻ്റെ ഒരു 10ാം ക്ലാസ് പ്രീ ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ട് 18 വയസ്സൊക്കെ കഴിഞ്ഞാണ്. അവന് എൻ്റെ മനസ്സിൽ അവനൊരു 10-25 ഇപ്പം മകൻ്റെ പ്രായം ഉണ്ടാവും. 10-25 വയസ്സിലാണ് കല്യാണം കഴിഞ്ഞതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഭയങ്കര വിഷമാണ്.
അതായത് ഒരാഴ്ച മുന്നേ ആയിരുന്നു മരണം. അപ്പോൾ അവൻ ഗൾഫിൽ പോയി കുറേ, ഞാൻ പറഞ്ഞല്ലോ, കുറേ വർക്കൊക്കെ ചെയ്ത് പിന്നെ പെട്ടെന്നാണ് പിന്നെ പനി പിടിച്ച എല്ലാവർക്കും വീട്ടിൽ ഫാമിലിയിൽ മൊത്തം പനി പിടിച്ച് മാറും. അദ്ദേഹത്തിന് പനി മാറില്ല. അങ്ങനെ വന്ന് ഗൾഫിൽ നിന്ന് ഫാമിലി മക്കളൊക്കെ ആയിട്ട് അവിടെ താമസിക്കാനായിട്ട് ഭാര്യയും കുട്ടികളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർക്കൊരു പനി പിടിച്ച, എല്ലാവരും പനി മാറി, ഇദ്ദേഹത്തിൻ്റെ പനി മാറില്ല. അങ്ങനെ വന്ന് പിന്നെ തീരെ പനി മാറാതായപ്പോൾ നാട്ടിൽ വന്ന് അപ്പോൾ അമൃതയിൽ ടെസ്റ്റ് ചെയ്തപ്പോഴാണ് മനസ്സിലാവുന്നത് 2 കിഡ്നി അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥ. അപ്രതീക്ഷിതമായിട്ടാണ് അറിയുന്നത്. അപ്പോൾ നമ്മൾ കാണുമ്പോഴൊക്കെ നമ്മളെ വീട്ടിലൊക്കെ വരുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ചായ കുടിക്കാനും കാപ്പി കുടിക്കാനും മധുരമിട്ട് കൂടുതൽ കുടിക്കാനും മധുരം കുറച്ച് കുടിക്കാനും വളരെ ഷുഗർ വരും, അങ്ങനെ പ്രഷർ വരും, അങ്ങനെയൊക്കെയുള്ള വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് ജീവിക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിന്. ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ 2 കിഡ്നി പോയി എന്നുള്ള ഇതിൽ എല്ലാവരും ഞെട്ടി. പിന്നെ അദ്ദേഹത്തിന് പിന്നെ ഡയാലിസിസ് ഇല്ലാതെ രക്ഷയില്ല. പിന്നെ പിന്നെ ഇവിടെ 1 മാസത്തോളമൊക്കെ അമൃതയിൽ പോയി ഡയാലിസൊക്കെ ചെയ്ത് ആഴ്ചയിൽ ഒരു ഡയാലിസ്, പിന്നെ ലാസ്റ്റ് 1 മാസം കഴിയുമ്പോഴേക്ക് ആഴ്ചയിൽ 3 ഡയാലിസ് വേണം. അപ്പോൾ അമൃതയിൽ പോയി വരാനുള്ള ബുദ്ധിമുട്ടും കാരണമൊക്കെ അദ്ദേഹം പിന്നെ അവിടെ തന്നെ നിന്ന് 8 മാസത്തോളം അദ്ദേഹം അവിടെ നിന്നു. പിന്നെ ഈ കിഡ്നിക്ക് വയ്യാത്ത കിഡ്നി മാറ്റി വെക്കണം എന്നൊക്കെ നമ്മോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ട് അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നൊക്കെ ആഗ്രഹിച്ചിരുന്ന ഒരാളാണ്. പിന്നെയാണ് പെട്ടെന്ന് അതിനുള്ള തയ്യാറെടുപ്പൊക്കെ നടക്കുമ്പോഴാണ് ഹാർട്ടിന് ബ്ലോക്ക് വന്നിട്ട് ഹാർട്ടിനും പ്രശ്നമായി. പിന്നെ അതും കഴിഞ്ഞ് പിന്നെ ഓപ്പറേഷൻ, ഹാർട്ടിൻ്റെ ഓപ്പറേഷൻ ഒക്കെ ചെയ്യാനൊക്കെ പ്രയാസമായിരുന്നു. പിന്നെ അതിന് ശേഷം പിന്നെ അദ്ദേഹത്തിന് തലച്ചോറിൻ്റെ ഞരമ്പിന് സ്ട്രോക്ക് വന്നു, അതും സംഭവിച്ചു. മൊത്തത്തിൽ നമ്മുടെ മനുഷ്യൻ്റെ എല്ലാ അവയവങ്ങളും അതിനെയും ബാധിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിന്. അതായത് അത്രയും ആരോഗ്യമൊക്കെ ശ്രദ്ധിച്ചിരുന്ന ആളാണ്. അപ്പം നമുക്ക് നമ്മുടെ എന്നാലും അദ്ദേഹം പറഞ്ഞിരുന്ന ഒരു കാര്യം, ഞാൻ പ്രഷർ വന്നിട്ടുണ്ടായിരുന്നു, പ്രഷർ ഞാൻ കാര്യമാക്കിയിട്ട് അതിന് ഗുളികയൊന്നും കഴിച്ചില്ല. എപ്പോഴും പറയാം, നമ്മളെ കണ്ടപ്പോൾ നമ്മൾ വീട്ടിൽ പോയിട്ട് കണ്ടിരുന്നു വന്ന് ഗൾഫിൽ നിന്ന് വന്ന പാടെ. അപ്പോൾ പ്രഷറിൻ്റെ ഗുളിക കഴിക്കണം, അതാണ് എന്നെ ബാധിച്ചെന്ന് ഡോക്ടർ പറഞ്ഞ. പ്രഷർ കൂടിയിട്ട് ഗുളിക കഴിക്കാത്തതുകൊണ്ട് നിങ്ങൾക്ക് വന്നതെന്നാണ് ഡോക്ടർ പറഞ്ഞു, അമൃതയെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ എന്തായാലും നമുക്കൊരു 35-40 വയസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പ്രഷർ, ഷുഗർ, കൊളസ്ട്രോളൊക്കെ ചെക്ക് ചെയ്യുക. അതിന് ചെക്ക് ചെയ്യാൻ അധികം പൈസ ഒന്നും വേണ്ട, അതൊക്കെ ചെക്ക് ചെയ്യുക. പിന്നെ അദ്ദേഹം ഞാൻ പറഞ്ഞിരുന്നു ശ്രദ്ധിക്കാനായിട്ട് പറ്റിയെന്നൊക്കെ. അപ്പോൾ അങ്ങനെയാണ് നമ്മളത്. പിന്നെ അദ്ദേഹം മരിച്ചു, ഇപ്പോൾ ഒരാഴ്ച മുന്നേ അദ്ദേഹം മരിച്ചു. വളരെ സങ്കടത്തിലാണ് കുടുംബം, വീട്ടുകാരും നാട്ടുകാരും എല്ലാവരും വളരെ വിഷമത്തിലാണ്. അപ്പോൾ പെട്ടെന്ന് ഒരു ചെറുപ്പക്കാരൻ പെട്ടെന്ന് ഇങ്ങനെ മരിച്ചു പോയപ്പോൾ വൈഫിന് ഭയങ്കര ഷോക്ക്, മകൾക്ക് ഷോക്ക്, മകൻ പിന്നെ കൺട്രോൾ ചെയ്ത് ഇങ്ങനെ പോകുന്നു. അവന് 25 വയസ്സായൊരു കുട്ടിയാണ്. അപ്പം മൊത്തത്തിൽ ഭയങ്കര വിഷമമുള്ള ഒരു അവസ്ഥയിൽ കൂടെ നമ്മളൊക്കെ കടന്നു പോയത്. അപ്പോൾ എന്തായാലും നമ്മൾ മരിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചൊന്നും അറിയില്ല, പിന്നെ ആ വ്യക്തിയായി ബന്ധപ്പെട്ടവർക്ക് ഭയങ്കര വിഷമം ഉണ്ടാക്കുന്നൊരു കാര്യം. പ്രത്യേകിച്ചും അധികം ചെറുപ്പപ്രായത്തിലൊക്കെ മരിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അസുഖം വന്നിട്ട്, ആരോഗ്യമൊക്കെ നോക്കുന്നവർ പെട്ടെന്ന് അസുഖം വന്നിട്ട് ഇങ്ങനത്തെ അവസ്ഥ വരുമ്പോൾ വളരെ വിഷമമാണ്. അപ്പോൾ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, നമ്മളെ പ്രഷർ, ഷുഗർ, കൊളസ്ട്രോളൊക്കെ മന്ത്ലി ചെക്ക് ചെയ്യുക. ഡോക്ടറെ മരുന്ന് കഴിക്കേണ്ട നിലയാണെങ്കിൽ മരുന്ന് കഴിക്കുക, അല്ലെങ്കിലും ചിലപ്പോൾ കുറഞ്ഞും കൂടിയൊക്കെ ഇരിക്കും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക എന്നൊക്കെ പറയാനായിരുന്നു നമ്മൾ ഈ വീഡിയോ ഉപയോഗിച്ചത്. അപ്പോൾ അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് നമ്മൾ വീഡിയോ ഇവിടെ നിർത്തുന്നു. എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.